ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് കൂടുതലും. പക്ഷേ ക്യാമറ ഓഫായ ശേഷം പലരും എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്ന് അധികം അറിയിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോയിൽ കാണുന്ന ഹോസ്പിറ്റൽ ക്ലിപ്പുകൾ ഒരു കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതല്ല. അന്നത്തെ ദിവസങ്ങളിൽ എനിക്ക് ശരിക്കും നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് മൈഗ്രെയിൻ ഉള്ള കാര്യം കുറച്ച് പേർക്ക് അറിയാമെങ്കിലും അത് എത്രത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. പലരും ചോദിക്കും, ഒരു തലവേദന അല്ലേ, അതിന് ഇത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടോ, ഇത്രയ്ക്ക് ഇത് ഹൈപ്പ് കൊടുക്കണോ എന്നൊക്കെ. പക്ഷേ മൈഗ്രെയിൻ വെറും ഒരു തലവേദന മാത്രമല്ല. ഈ തലവേദനകളുടെ രാജാവ് എന്നാണ് മൈഗ്രെയിനെ അറിയപ്പെടുന്നത്. അത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് മൈഗ്രെയിൻ വന്നവർക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൈഗ്രെയിനുള്ള എല്ലാവർക്കും ഒരേ ട്രിഗർ ആയിരിക്കില്ല, പലർക്കും പല അവസ്ഥകളായിരിക്കും. ചില ദിവസങ്ങളിൽ കണ്ണ് തുറക്കാൻ പോലും ബുദ്ധിമുട്ടാകും. ഇപ്പോൾ മൈഗ്രെയിൻ ഇല്ലാത്ത ഒരാൾക്കാർക്ക് എന്തൊക്കെയാണ് ഇവളീ പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവനീ പറയുന്നത്, ഒരു തലവേദനയ്ക്ക് ഇത്രയും ഇതോ, വെറുതെയാണ്, ഇത് അഭിനയമാണ് എന്നൊക്കെ അത് വന്നവർക്കറിയാം. ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആർക്കെങ്കിലും മൈഗ്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കിത് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ചെറിയ വെളിച്ചം പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സാധാരണ സംസാരിക്കുന്ന ശബ്ദം പോലും നമുക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നും. ചിലപ്പോൾ തലയുടെ ഒരു ഭാഗം മാത്രം പൊളിക്കുന്ന വേദന പോലെ തോന്നിക്കും. ചിലപ്പോൾ ഓക്കാനം വരും, ഭക്ഷണം കഴിക്കാൻ പോലും തോന്നൂല. ചില സമയങ്ങളിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയൂല. പുറത്തു പോകാൻ പ്ലാൻ ചെയ്ത ദിവസങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജോലി ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട്, ഉറങ്ങാൻ പറ്റാത്ത രാത്രികളുണ്ട്. ചിലപ്പോൾ എത്ര ഉറങ്ങിയാലും ക്ഷീണം മാറാത്ത ദിവസങ്ങളും ഉണ്ട്. പക്ഷെ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഞാൻ സാധാരണ പോലെ ഒരു ഇതായിട്ട് തോന്നും. അതുകൊണ്ട് പലർക്കും ഇതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാകാറില്ല. അത്ര സീരിയസ് ഒന്നുമല്ലല്ലോ, കുറച്ച് വിശ്രമിച്ചാൽ മാറും, ടാബ്ലറ്റ് കഴിച്ചാൽ പോരെ, ഇങ്ങനെയുള്ള പല വാക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷേ എല്ലാ മൈഗ്രെയിനും ഒരു സാധാരണ പെയിൻ കില്ലർ കൊണ്ട് മാറണമെന്നില്ല. ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കരുതിയത്. ഈ മൈഗ്രെയിൻ്റെ വേദന വരുമ്പോൾ ഞാൻ ഫസ്റ്റ് കരുതുന്നത് എന്താണെന്നറിയോ, എനിക്കെന്തോ മാരകമായിട്ടുള്ളൊരു രോഗമുണ്ട്, ക്യാൻസർ ഉണ്ട്, ട്യൂമർ ഉണ്ടെന്നാണ്. കാരണം ആ തരത്തിലുള്ള വേദനയാണ്. പക്ഷേ ടെസ്റ്റ് ചെയ്യുമ്പോൾ പഠിച്ചവൻ സഹായിച്ചൊരു കുഴപ്പമുണ്ടാവില്ല. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞത് ഈ അറ്റാക്ക് നിയന്ത്രിക്കാൻ കുറച്ച് ചികിത്സ ആവശ്യമാണ് എന്നാണ്. അതായത് എനിക്ക് ഇഞ്ചക്ഷനാണ് പലപ്പോഴും പ്രിഫർ ചെയ്യണം. കാരണം എക്സ്ട്രീം ലെവലാണ് മൈഗ്രെയിൻ്റെ എക്സ്ട്രീം ലെവൽ പെയിനാണ് എനിക്ക് വരാറ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പലപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കും. അവർ തന്നെ പറയാറുണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ് എന്നുള്ളതൊക്കെ. അങ്ങനെയാണ് ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഇഞ്ചക്ഷൻ ചികിത്സയും പലപ്പോഴും എടുക്കേണ്ടി വന്നത്. സത്യത്തിൽ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വലിയ ധൈര്യമൊന്നുമില്ല. അത് എടുത്തു കഴിഞ്ഞാൽ അത്രയും നേരം നമ്മൾ അനുഭവിച്ച വേദന അങ്ങോട്ട് പമ്പ കിടക്കും. പക്ഷെ അത് എടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. എന്നാലും വേദന അത്രയേറെ ആയപ്പോൾ പേടിയേക്കാൾ എനിക്ക് പ്രധാന ആശ്വാസം കിട്ടുമോ എന്ന പ്രതീക്ഷയായിരുന്നു. ആ ദിവസങ്ങളിൽ ആശുപത്രിയിലേക്കുള്ള ഓരോ യാത്രയും എനിക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല ക്ഷീണം ഉണ്ടാക്കിയിരുന്നു. കാരണം ഹോസ്പിറ്റലിൻ്റെ മണം, മരുന്നുകളുടെ മണം, ആൾക്കാരുടെ ശബ്ദം. പക്ഷേ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് കൊണ്ടാണ് പോയത്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, മൈഗ്രെയിൻ എന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരവസ്ഥയല്ല. ഓരോരുത്തർക്കും ട്രിഗേഴ്സ് വ്യത്യസ്തമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലർക്ക് ഉറക്കം കുറയുമ്പോൾ വരും, ചിലർക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ വരും, ചിലർക്ക് വെയിൽ കൊള്ളുമ്പോൾ വരും, ചിലർക്ക് ശക്തമായ വെളിച്ചം കാണുമ്പോൾ വരും, ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോൾ വരും, ചിലർക്ക് സ്മെല്ല് പോലും ട്രിഗറാകും. എൻ്റെ കാര്യത്തിലും ഇങ്ങനെയുള്ള പല ട്രിഗേഴ്സും ഉണ്ട്. പല ട്രിഗേഴ്സ് എന്നല്ല, ഇപ്പം ഈ ഞാൻ പറഞ്ഞ എല്ലാ ട്രിഗേഴ്സും എനിക്കുണ്ട്. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ പുറത്തു പോകുന്നത് പോലും ശ്രദ്ധിച്ചേ പറ്റൂ. ആളുകൾ നിറഞ്ഞ സ്ഥലങ്ങൾ, വലിയ ശബ്ദം, ഭയങ്കരമായിട്ടുള്ള വെയിൽ, ഇതെല്ലാം ഭയങ്കര പേടിയാണ് എനിക്ക്.
മൈഗ്രെയിൻ ഉള്ളവർക്ക് മാത്രമേ ഈ ഫീലിംഗ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇത് പുറത്ത് കാണാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് പരിപാടികൾ ക്യാൻസൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് റിപ്ലൈ വൈകുന്നത്, എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തത്. ഇതെല്ലാം വിശദീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ഞാൻ പഠിച്ചു. ഹെൽത്ത് മുഖ്യം ബിയിലേ ഹെൽത്ത് മറ്റെന്തിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഹെൽത്തിന് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം അതിന് ശേഷമാണ്. മുൻപ് ഞാൻ വേദന സഹിച്ചും എല്ലാം ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ ശരീരം വിശ്രമം ചോദിച്ചാൽ അതായത് നമുക്ക് നമ്മുടെ ബോഡി ഒട്ടും ഓക്കെ അല്ലെങ്കിൽ അതാണ് ഞാൻ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ആരോഗ്യം നഷ്ടപ്പെട്ടാൽ മറ്റൊന്നിനും വലിയ അർത്ഥമില്ല. ഇപ്പോൾ ഞാൻ കഴിയുന്നത്ര ലൈഫ് സ്റ്റൈൽ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, ഉറക്കം ശ്രദ്ധിക്കുന്നുണ്ട്, വെള്ളം കൂടുതൽ കുടിക്കുന്നുണ്ട്, സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഭക്ഷണം സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ട്രിഗർ ആകുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഞാനിപ്പോൾ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നാൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ബില്ലുകളാണ് കേട്ടോ. ഇതിനേക്കാളും ബില്ലുകളും മെഡിസിൻസും ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഒന്നും ഫോട്ടോ ആഡ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറി വിളിക്കും. അത്രത്തോളം ഇഞ്ചക്ഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടല്ലോ. പക്ഷേ ഇൻവിസിബിൾ ഇൽനെസ് എന്നൊന്നും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ്. പുറത്തുനിന്ന് ഹെൽത്തി ആയി തോന്നുന്ന ഒരാൾ പോലും വലിയൊരു പെയിനിലൂടെ ആയിരിക്കും കടന്നു പോകുക. അതുകൊണ്ട് ആരെങ്കിലും ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കണം, എന്താണ് അവർ അനുഭവിക്കുന്നതെന്ന്. മൈഗ്രെയിൻ ഉള്ളവർ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ പെയിൻ എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം കേട്ടോ. സ്വന്തം ശരീരത്തെ ആദ്യം ശ്രദ്ധിക്കുക, അതിനാദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക. കാരണം ഹെൽത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊന്നുമില്ല. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ചെറിയ റിക്വസ്റ്റ് പോലെ ഞാൻ പറയണം. ആർക്കെങ്കിലും മൈഗ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വെറും തലവേദന എന്ന് പറയാതെ സുഖമാണോ, നീ ഓക്കെ ആണോ എന്നൊന്ന് ചോദിച്ചു നോക്കിക്കേ. അവർക്കതിലും വലിയൊരു മെഡിസിൻ വേറെ ഇല്ല. ഒരു ചോദ്യം പോലും ചിലപ്പോൾ നമുക്ക് കേൾക്കുന്നവർക്ക് അതൊരു വലിയ ആശ്വാസമാകും. ഇപ്പോൾ ചികിത്സ ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പതിയെ ബെറ്റർ ആവുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ളൊരു സിറ്റുവേഷൻ അല്ല, ഭയങ്കര ഡേഞ്ചറാണ്. ഡേഞ്ചർ മീൻസ് നമുക്ക് മാരകമായിട്ടുള്ള രോഗം ഒക്കെ ഉണ്ട് എന്നല്ല പറഞ്ഞത്. അതിന് പലർക്കും പല കാരണങ്ങൾ കൊണ്ട് വരാം. സ്ട്രെസ്സ് കൂടുമ്പോഴാണ് മൈഗ്രെയിൻ വരാം. രാവിലത്തെ ഫുഡ് ഒഴിവാക്കിയാൽ മൈഗ്രെയിൻ വരും. വെള്ളം നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ഇതേപോലെ മൈഗ്രെയിൻ വരും. എൻ്റെ കാര്യത്തിൽ എനിക്ക് രാവിലത്തെ ഫുഡ് ഞാൻ പലപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട്. പിന്നെ സ്ട്രെസ്സ്, അത് പിന്നെ ജനിച്ചപ്പോൾ മുതൽ കൂടപ്പുറപ്പായതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് മൈഗ്രെയിൻ ട്രിഗർ ആവാൻ തുടങ്ങിയത്. മൈഗ്രെയിൻ്റെ എക്സ്ട്രീം ലെവൽ അത് വരുമ്പോൾ നമുക്ക് ആ നിമിഷത്തേക്കാണെങ്കിലും നമ്മളൊന്ന് മരിച്ചു പോയിരുന്നെങ്കിലെന്ന് തോന്നിപ്പോകും. ആ രീതിയിലാണ് നമുക്ക് ആ വേദന അനുഭവപ്പെടുന്നത്. നമുക്ക് എങ്ങനെ പറഞ്ഞാലൊന്നും നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന ഹോസ്പിറ്റലൊക്കെ ഇല്ലേ, കണ്ടേ, ഇഞ്ചക്ഷൻ എടുത്തിട്ട് കിടക്കണം. ആ ഇഞ്ചക്ഷൻ എടുത്ത് അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല ഉറക്കം വരും. ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോവും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഇത്രയും വലിയ വേദന വന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്ത ആളാണെന്ന് പറയേയില്ല. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയൊക്കെ കണ്ട, ഞാൻ എപ്പോഴും ബസ്സിലായിരുന്നു ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ അതിനും പറ്റാത്ത അവസ്ഥയായി. നല്ല വെയിലുള്ള ദിവസമൊക്കെ ഞാൻ ഊബർ വിളിച്ചിട്ടാണ് ക്ലാസ്സിൽ പോകുക, അല്ലെങ്കിൽ വർക്കിന് പോകുക. പിന്നെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുഴപ്പമില്ല. പലപ്പോഴും ഞാൻ ഊബർ വിളിച്ചിട്ടാണ്, ഊബർ ടാക്സി. അതും കാർ ഒരിക്കലും വിളിക്കില്ല. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഊബറിലെ ടാക്സിയിലെ കാറിൻ്റെ AC-ൻ്റെ സ്മെല്ല്, ഇറ്റ്സ് വെരി ഹൊറിബിൾ ഗൈസ്. ഒരിക്കലും നമുക്കത്
എനിക്ക് ഛർദ്ദിക്കാൻ എനിക്ക് അങ്ങനത്തെ ഒരു ഇതേ ഉണ്ടായിരുന്നില്ല. ഏത് കാറിൽ ഏത് വണ്ടിയിൽ എത്ര ദൂരം വേണമെങ്കിലും ഞാൻ പോയി യാത്ര ചെയ്യുമായിരുന്നു. പക്ഷേ ഈ മൈഗ്രെയിൻ വന്നതിന് ശേഷം അങ്ങനെയല്ല. ഞാനും ഉമ്മയും കൂടെ ഹോസ്പിറ്റലിൽ അടുത്ത ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഞാനല്ല, നല്ല വേദനയുണ്ട്. നമുക്ക് വേദന എന്ന് പറയുമ്പോൾ ഒരു സൈഡ് തിരിച്ചിട്ടുള്ളൊരു വേദനയാണ്. അതൊരിക്കലും എന്താ പറയുക, നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരിത് മൈഗ്രെയിൻ വരുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത് തലവേദന അല്ല, വെളിച്ചം പോലും കണ്ണിൽ കുത്തുന്നത് പോലെയാണ് തോന്നാറ്. ചെറിയൊരു ശബ്ദം പോലും സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഫോൺ സ്ക്രീൻ നോക്കാൻ പോലും പറ്റില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നോർമലായിട്ട് തോന്നും. പക്ഷേ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അല്ലെങ്കിൽ ഈ മൈഗ്രെയിൻ്റെ ഒരു ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. മൈഗ്രെയിൻ ഒരു തലവേദന അല്ല ഗൈസ്. അത് ജീവിതം കുറച്ച് മണിക്കൂറുകൾ നിർത്തിവെക്കുന്ന ഒരവസ്ഥയാണ്. പലർക്കും അത് ലൈഫ് സ്റ്റൈലിലൂടെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോകും, വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ 2 മാസത്തോളമായിട്ട് പോയിട്ടില്ല. കാരണം എൻ്റെ കാലിന്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ മുമ്പ് 2016 ഇതേപോലെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴും ആ കാലിലുണ്ട്. അതാണ് ഡോക്ടർ പ്ലാസ്റ്റർ ഇട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞത്. ഞാൻ ഈ ഓട്ടോയിലിരുന്നിട്ടാണ് ഞാൻ ഈ ക്ലിപ്സൊക്കെ എടുക്കുന്നത്. കാറിൽ പോകുക, AC ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതാണ് ഞാൻ ഈ ഊബർ വിളിക്കുമ്പോൾ ചില സമയത്ത് കാറിനേക്കാളും റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും ഓട്ടോക്ക്. പക്ഷേ എങ്കിലും ഞാൻ ഓട്ടോ എടുക്കുകയുള്ളൂ. കാരണം അത്ര ഇതില്ല, നമുക്ക് കൂളായിട്ട് പോയിട്ട് വരാം. അപ്പോൾ എല്ലാവരോടും ഞാനൊരു കാര്യം പറയുവാണ്, നിങ്ങൾ ഒരിക്കലും മൈഗ്രെയിൻ വന്നു എന്ന് കരുതി ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കരുത്. ഒരിക്കലും പോയി ഇഞ്ചക്ഷൻസ് എടുക്കരുത്. അത് ഭയങ്കര കേടാണ്. ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ. അങ്ങനെ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഈ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോഴും പിന്നെ സ്ട്രെസ്സ് കൂടുമ്പോഴും രാത്രി ഉറക്കമില്ലാണ്ടാവുമ്പോഴും, അതാണ് മൈഗ്രെയിൻ്റെ പ്രധാന ട്രിഗർ. അങ്ങനെ ഡോക്ടർ ഒരു കണ്ണിൻ്റെ ഡീറ്റെയിൽഡ് ചെക്കപ്പ് എഴുതി തന്നു. അതിതുവരെ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അത്രയും വയ്യ. കാല് ഫ്രാക്ചർ ആയതിന് ശേഷം അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഞാൻ GTechലിരുന്ന് എൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, പ്രൊജക്ട്സൊക്കെ. അപ്പോൾ പോലും എനിക്ക് സ്ക്രീനിലേക്ക് അധികം നോക്കാൻ പറ്റില്ല. കാരണം അപ്പോഴും ഈ മൈഗ്രെയിൻ്റെ ട്രിഗർ, AC-യുടെ സ്മെല്ല്, ഇതൊക്കെ ഭയങ്കരമായിട്ട്. പക്ഷേ ചെയ്യാതിരിക്കാനും പറ്റില്ല. GTechൽ ഇത് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് വേണം വൈകിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ പോകണം. അത് കഴിഞ്ഞ് വന്ന് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ്, സ്ട്രെസ്സ് കൂടുമ്പോഴാണ് ഈ മൈഗ്രെയിൻ വരുന്നത്. അപ്പോൾ ഇതേപോലെ ട്രിഗർ അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറാത്തതല്ല മൈഗ്രെയിൻ. നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ ഒരു 90% മൈഗ്രെയിൻ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. ഈ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യും, എൻ്റെ എക്സ്പീരിയൻസൊക്കെ. അപ്പോൾ നിങ്ങളും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ജേണിയിൽ കൂടെ ഉണ്ടാകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ജസ്റ്റ് ബൈ. ഓക്കെ, ബൈ ഗൈസ്.